കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു പതിവ് ശൈലിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരം വിട്ടാൽ ആ താരത്തെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നതും അതുപോലെ തന്നെ പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതുമൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചെയ്തു വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇക്കഴിഞ്ഞ 10 സീസണുകളിലും അത് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇരകളായി മാറിയ 2 താരങ്ങളാണ്. ഉദാഹരണമെടുത്താൽ സന്ദേശ് ജിങ്കനും അതുപോലെ തന്നെ പെരേര ഡിയാസും. ഈ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് വളഞ്ഞു കിടന്ന് പരിഹസിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അത് നമ്മൾ പല ISL മത്സരങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്നാലിപ്പോൾ സന്ദേശ് ജിങ്കൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയൊരു അഭിമുഖത്തിലാണ് ഇപ്പോൾ താരം ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സന്ദേശ് ജിങ്കനെ പരിഹസിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പരിഹസിക്കുന്ന ഒരു കാഴ്ച നമ്മൾ പതിവായി കാണാറുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ അതിന് പറയുന്നത് ഇപ്രകാരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. കൊച്ചിയിൽ ഞാൻ ഗോവയ്ക്ക് വേണ്ടി കളിക്കാൻ വരുമ്പോൾ, അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഗോവയിലാണല്ലോ കളിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഗോവയ്ക്ക് വേണ്ടി കളിക്കാൻ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കൂവൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് പ്രതീക്ഷിച്ചു തന്നെയാണ് ഞാൻ കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് ഗോവയ്ക്ക് വേണ്ടി പന്ത് തട്ടാനായി എത്തുന്നത്. എന്നാൽ എന്നെ കളിയാക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ എൻ്റെ കുടുംബത്തെ തൊട്ട് കളിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്ദേശ് ജിങ്കൻ നൽകുന്നത്. എന്തായാലും ഗോവയുടെ ജേഴ്സി അണിഞ്ഞ് ഇത്തവണ ഗോവയ്ക്ക് വേണ്ടി ആദ്യ കിരീടം നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെ പരിഹസിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തൊട്ട് കളിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ താരം ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് നൽകുന്നത്. എന്തായാലും അദ്ദേഹത്തെ കളിയാക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. അത് സാധാരണമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹത്തെ കുടുംബത്തെ തൊട്ട് കളിക്കരുതെന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു താരത്തിന് എന്നും ബ്ലാസ്റ്റേഴ്സിൽ തന്നെ കളിക്കാൻ സാധിക്കണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയർ മെച്ചപ്പെടുത്താനായി അദ്ദേഹം വേറെ ക്ലബ്ബുകളിലേക്ക് മാറി എന്ന് വരാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കളിയാക്കുന്ന കാര്യങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒഴിവാക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഇപ്പോൾ പറയാനായിട്ടുള്ളൂ.